ആക്റ്റീവ് പ്ലാനറ്റിൽ പോണംന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. സമയവും സന്ദർഭവും ഒന്നും ഒത്തു വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നപ്പോൾ നമ്മളിതാ പോവാൻ നോക്കാണ്. നമ്മളുടെ കൂടെ ഷിൻലാഡനും ഫാമിലിയും ഉണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു 3:30, 3:45 ആയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം എനിക്കപ്പം ഛർദ്ദിക്കാൻ വരും. അപ്പോൾ നമ്മൾ ഏകദേശം സ്പോട്ട് എത്തുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളോട് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴി തെറ്റിയെന്നല്ല, നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലെങ്ങാനാണ് എത്തിയത്. എന്തായാലും സാരമില്ല, നമുക്കൊരു ഉൾനാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്താം. അപ്പോൾ അതാ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതെന്താണെന്നൊക്കെ ഉള്ളത്. ഇത് കാണാൻ മാത്രമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരുപാട് നേരം നമുക്ക് മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂർ അത്രയേ ഉള്ളൂ കേട്ടോ ഓടാൻ വേണ്ടിയിട്ട്. അല്ല, വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിയാൽ അരമണിക്കൂർ കൊണ്ടൊന്നും എത്തൂല. അങ്ങനെ നമ്മളിതാ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് എത്തി. കാണാൻ ഇഷ്ടം പോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. അവിടെ എത്തുന്നവരെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ടാവും, പിന്നെ നമ്മളും അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ കിളി പാറിപ്പോയി. വമ്പിച്ച തിരക്കായിരുന്നു ഗൈസ്. എൻ്റെ ദൈവമേ, എവിടുന്നാ ടിക്കറ്റ് എടുക്കുക, ഇതെങ്ങനെയാ ടിക്കറ്റ് എടുക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം വരുന്നത് കുറച്ച് അകലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ട് ലാലോടിനും ഷിൻലാഡിനും വണ്ടി കൊണ്ടാക്കാൻ പോയിട്ട് അവർ ജീപ്പിൽ ഇവിടെ അവരെ കൊണ്ടുവിടും കേട്ടോ. അപ്പം നമ്മളുടെ കൂടെ ഷിൻലാഡിനും ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും നമ്മൾ 600 രൂപയുടെ ടിക്കറ്റ് എടുത്തു. നമുക്കിത് മാത്രം ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരാൾക്ക് 200 രൂപ. പിന്നെ വാട്ടർ തീം പാർക്ക് മാത്രമാണെങ്കിൽ 350. ഇങ്ങനത്തെ റൈഡുകളാണെങ്കിൽ 600. വാട്ടർ തീം പാർക്കും റൈഡുകളും കൂടെയാണെങ്കിൽ 720. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ചാർജ് വരുന്നത്. ആദ്യം ചാർജ് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വിചാരം ചെറിയ പൈസയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ് വില ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് റൈഡ് വരുന്നത് ഒരു JCBയിൽ നിന്ന് മണ്ണിങ്ങനെ മാന്താന്നുള്ളതാണ്. സാൻവിനെ സംബന്ധിച്ചിട്ട് ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് സാൻവി ഇത് കയറിയത്. പ്രത്യേകിച്ച് ഇതൊക്കെ ആൺകുട്ടികളുടെ ഒരു ഹരമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ വസു ഒരുവിധം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഒന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ പറ്റിയില്ല. പിന്നെ ഇവർ യൂട്യൂബേഴ്സ് ആണ് കേട്ടോ. പക്ഷെ ഇവരുടെ വീഡിയോസ് ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഇവരെ പരിചയമില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളാണ് എനിക്കിത് കാണിച്ചു തന്നത്. അപ്പോൾ സാൻവി ഇത് നിർബന്ധിച്ച് കയറ്റിയത് പോലെയാണ് കേട്ടോ ഇതിൽ നിൽക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓള് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ശ്രാവൺ ഇറങ്ങിയപ്പോൾ തന്നെ ഓൾ അതിൽ നിന്ന് ഇറങ്ങി ഓടി. ഇഷ്ടമായിനോ സാൻവി എന്ന് ചോദിച്ചാൽ വേഗം പറഞ്ഞു ഇല്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഒരുപാട് പലതരത്തിലുള്ള വെറൈറ്റി ഫുഡ് സ്പോട്ടുകൾ. പക്ഷേ നമ്മളൊന്നും ട്രൈ ചെയ്തില്ല. കാരണം വെറുതെ പിള്ളേരുള്ളത് കൊണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. വസുവിനെ നമ്മൾ അത്ര സമയം പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് എടുത്തെടുത്തത് നിലത്ത് വിട്ടിട്ടില്ലായിരുന്നു. എൻ്റെ ദൈവമേ, നിലത്ത് വിട്ടതും പിന്നെ വസുവിൻ്റെ പിറകെ ഓടിയിട്ടാണ് കേട്ടോ നമ്മൾ ക്ഷീണം പിടിച്ചത്. വസു ഉണ്ടോ നിൽക്കുന്ന, വസുവിന് എന്തിലൊക്കെയാ കയറണ്ടേ, എന്തൊക്കെയാ ചെയ്യണ്ടേന്നൊന്നും മനസ്സിലാവാത്ത കളിയാണ് കേട്ടോ കളിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അവനെ കൊണ്ട് ആവുമെന്ന് ചോദിച്ചാൽ ആവൂല. എന്നാലും എല്ലാത്തിലും ഒന്ന് കയറി നോക്കുന്നുണ്ട്, എല്ലാം ഒന്ന് പിടിച്ച് വലിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേയൊക്കെ ഇത്തരം ചെറിയ മകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവിടുന്നെങ്ങാൻ വീണ് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് ചെയ്യേണ്ടതാണ്. വസുവിനാണെങ്കിൽ ചെറുതിലൊന്നും കയറണ്ട, എല്ലാത്തിലും വലിയ കാര്യത്തിലാണ് ഓൻ കയറേണ്ടത്. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോഴത്തേക്കും നല്ലൊരു ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. ഇത് നമ്മൾ എല്ലാ വർഷവും ചന്തക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു സാധനമാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തലകറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാക്കി ഒന്നിലും എനിക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞാനും പിള്ളേരും അതിലൊക്കെ കയറി. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ വസുവിനെയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് കുറച്ച് ബൈക്ക് റൈഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊന്നും സാൻവിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതിലൊന്നും കയറിയിട്ട് സാൻവിക്ക് വലിയ സന്തോഷമില്ല. സാൻവിക്ക് ആകെ സന്തോഷം കണ്ടത് ഞാൻ ഇങ്ങനത്തെ സാധനത്തിൽ കയറിയിട്ട് ഒരേറ്റ ഊരൽ. അതാണ് സാൻവിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയത്. കുട്ടിക്ക് അഡ്വഞ്ചറിലാണ് കൂടുതൽ ആകർഷണം തോന്നിയെന്ന് തോന്നുന്നു അവിടുന്ന്. വസുവും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഓരോന്നിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ കൂടെ വരിക, ഈ കയറിൻ്റെ ഉള്ളിൽ കൂടെ വരിക, അങ്ങനെയൊക്കെ വന്നിട്ട് നേരെ ഊരുക. ഇതാണ് സാൻവിൻ്റെ മെയിൻ പരിപാടി. അല്ലാതെ ബൈക്ക് റൈഡോ വേറെ എന്തെങ്കിലും റൈഡുകളോ അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് മെല്ലെയല്ലേ വരാൻ പറ്റുള്ളൂ.
അപ്പോൾ ആദ്യം നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് നല്ല പൈസയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കൊടുക്കുന്ന പൈസ മുതലാവുന്നുണ്ട് കേട്ടോ. നല്ല കളിസാധനങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് സമയം അവിടുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ. രാത്രി 9 മണി വരെ ഉണ്ട്. പക്ഷെ രാവിലെയൊക്കെ നല്ല വെയിലായിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചത്. നല്ല മൊട്ടം വെയിലായിരിക്കും. അങ്ങനെ ഒരു സ്ഥലമാണല്ലോ ഇത്. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടായിരുന്നേ. ഈ സമയത്തൊക്കെ ലാലേട്ടൻ വസുവിനെ പിടിച്ച് വെക്കുന്നായിരുന്നു കേട്ടോ. വസു ആണെങ്കിൽ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഓടി ഓടി കേറുകയാണ്. അപ്പോൾ ഷിൻലാഡിൻ്റെ മോള് പിന്നെ ചെറുതായതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മോൻ വലുതാണല്ലോ. ഓനും പിന്നെ ഇങ്ങനെ ഓരോന്നില് കേറുന്നുണ്ട്. സാൻവി ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണല്ലോ ഒരു രസം. അവള് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക ഇവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ വലിയ വലിയ കുട്ടികളൊക്കെ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ സാൻവി അവരോട് പറയുന്നുണ്ട്, "ഏച്ചി ഇങ്ങനെയൊക്കെ വാ എന്നാലൊക്കെ രസമുള്ളൂ" എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒറ്റ എല്ലാം അവിടെ കഴിഞ്ഞു അല്ലേ. അത്രയും ചെയ്ത് വന്നിട്ട് ഊരിയിട്ടിങ്ങ് പോരുക. അതന്നെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലൊക്കെ കയറണമെങ്കിലൊന്നും നമ്മൾ പൈസ കൊടുക്കണ്ട കേട്ടോ. കാരണം ഇവിടെയൊന്നും വേറെ ആരുമില്ല. നമുക്ക് ഈ ഇലക്ട്രിക് റൈഡുകളിലാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് കയറേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ചാർജ് കൂടുതലുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സ്ഥലവും ഒരുപാട് സാധനങ്ങളും ഇങ്ങനത്തെ റൈഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ല. കാരണം ഓരോന്നിലായിട്ട് കുട്ടികൾ സ്പ്രെഡായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അവിടെ ഇരുന്നിട്ടെങ്ങാൻ ഞങ്ങൾ 2, 3 ഫോട്ടോ എടുത്ത് ആകെ എടുത്തത് 2, 3 ഫോട്ടോ ആണ്. അതിൽ കൂടുതൽ ഫോട്ടോസൊന്നും നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് തന്നെ ഓരോ സ്ഥലത്തും ഓരോരോ ഇങ്ങനത്തെ ഇത് ചെയ്തിട്ട് ഊരി വരുന്നത്. അതാണ് അവിടെ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ വലിയ കുറേ ചേച്ചിമാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കയറിയിട്ടൊക്കെ പറയുന്നുണ്ട്, "അയ്യോ കയറിയിട്ടാണ് ഇതെങ്ങനെയാണ് ഇറങ്ങണ്ടേന്ന് മനസ്സിലാവുന്നില്ല." എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ വസു ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കയറുന്നതിൻ്റെ മുന്നേ വസു അതിൻ്റെ മുകളിലെത്തും. പിന്നെ ലാലേട്ടൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ വസു അപ്പോഴത്തേക്ക് ക്ഷീണിച്ചുകൊണ്ട് തന്നെ കുറച്ച് നേരം അടക്കിയിരുത്താമെന്നുള്ളത് കൊണ്ട് എല്ലാ പിള്ളേർക്കും ഓരോരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് പിള്ളേർ അതൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ വാട്ടർ തീം പാർക്കിലേക്ക് പോയി കേട്ടോ. കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഹെലനോസ് പാട്ടയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ കണ്ടില്ല. ഒരു ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് പോകുന്ന സമയത്ത് വാട്ടർ തീം പാർക്ക് മാത്രം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. 350 രൂപയാണ് കേട്ടോ ഒരാളുടെ ചാർജ് വരുന്നത്. അപ്പം അതിലും നല്ല റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ചിട്ട് മേലേക്ക് കയറണ്ട. കുറച്ച് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം റൈഡുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് അലങ്കാര വസ്തുക്കളുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്പോട്ടുകളുണ്ട്. നമ്മൾ പോയാൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇനി എന്തൊക്കെയോ വരാനിരിക്കുന്നതുണ്ട്. അങ്ങനെ നമ്മളുടെ ആക്റ്റീവ് പ്ലാനറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ശരി.